2021 മോഡല് ബസ് LX 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. അത്ര ഓടിയിട്ടുള്ളൂ. സിംഗിൾ ഓണർ വണ്ടി. 2021 മോഡല് VXi എക്സ്പ്രസ് ആണ്. എന്ത് ഓടി? 67,000 കിലോമീറ്റർ സിംഗിൾ ഓണർ വണ്ടി. 2013 ഡീസൽ പെട്രോളാണ് VXi വേരിയന്റ്. കിലോമീറ്റർ വളരെ കുറവാണ്. എത്രയാണ്? 38 ആ റേഞ്ച് അത് ഓടിയിട്ടുള്ളൂ. 33 കേട്ടോ, സോറി. ജെനുവിനാണോ? ജെനുവിൻ കിലോമീറ്റർ. ഇത് 2009 മോഡൽ സാൻഡ്രോയാണ്. സിംഗിൾ ഓണറാണ്. ഇത് 2018 വണ്ടി. 42,000 കിലോമീറ്റർ LX ആണ്. സിംഗിൾ ഓണറാണ്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മാടന്നട എന്ന് പറയുന്ന സ്ഥലത്താണ്. കൊല്ലം ജില്ലയിൽ തന്നെയാണ്. കൊല്ലത്ത് നിന്ന് കൊട്ടിയത്തോട്ടൊക്കെ പോകുന്ന വഴിക്ക് മാടന്നട എന്ന് പറയുന്ന സ്ഥലത്ത് ട്രൂ വാലിൻ്റെ ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഏകദേശം ഒരു 1.25 ലക്ഷം രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികളാണ് കിടക്കുന്നത്. സാധാരണക്കാർക്കും മിഡിൽ ക്ലാസ് ഫാമിലിയിലുള്ളവർക്കും എടുക്കാൻ പറ്റുന്ന ടൈപ്പ് വണ്ടികളാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വണ്ടികളുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റി ഒക്കെ നോക്കിയിട്ട് വരാം. ഹലോ ആരും ബ്രോ, എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടങ്ങളൊക്കെ? കച്ചവടം ഒരു ഇച്ചിരി മോശമായിരുന്നു. മോശമാണ്. കാര്യം കഴിഞ്ഞ മാസം ഇച്ചിരി മോശമായിരുന്നു. ഇപ്പോൾ വലിയ കുഴപ്പമില്ല, കയറി വരുന്നുണ്ട്. ചൂടിൻ്റെ ആയിരിക്കാൻ തോന്നുന്നു. കസ്റ്റമർ വളരെ കുറവാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്തവണ കച്ചവടം കൂട്ടണം. തീർച്ചയായിട്ടും ആ രീതിയിൽ വേണം നമ്മൾ ഇത്തവണ വില പറയാൻ. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നല്ലേ തുടങ്ങുന്നത്? ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇത് ചെറിയ വണ്ടി തൊട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. ഒരു 2008 റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞ വണ്ടിയാണ്. സിംഗിൾ ഓണർ വണ്ടി. 1,23,000 കിലോമീറ്റർ ഓടി. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ കിലോമീറ്റർ, വലിയ കുഴപ്പമില്ല വണ്ടി. ടയർ ആവറേജ് ടയർ. ഇന്ത്യയുടെ ഒന്നും വലിയ കുഴപ്പമില്ല. റീപ്ലേസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല, റീപ്ലേസ് ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. വണ്ടിക്ക് അകം കാണാനൊക്കെ കൊള്ളാം. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. വളരെ നല്ലതെന്ന് പറയാൻ പറ്റാത്ത, വലിയ മോശമെന്ന് പറയാൻ പറ്റാത്ത 2008 വണ്ടിയല്ലേ. അതിൻ്റെതായ കുഴപ്പങ്ങളും കുഴപ്പമില്ല, അതിൻ്റെതായ ഒരു ഇതൊക്കെ ഉണ്ടാവും. ചെറിയ വൃത്തിക്കുറവുകൾ. അത് ഇപ്പോൾ കൊണ്ടുവന്നേ ഇട്ടേ ഉള്ളൂ. അതുകൊണ്ട് ഇന്റീരിയർ ഒന്നും വൃത്തിയാക്കിയിട്ടില്ല. തൂരുമ്പ് കാര്യങ്ങൾ അങ്ങനെയൊന്നും ഇല്ലല്ലോ. നോക്കട്ടെ ഒരു മിനിറ്റ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. റീപെയിന്റ് ഒക്കെ കയറി കാണുമല്ലോ. ഇത്ര വർഷമായി. റീടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയല്ലേ. റീടെസ്റ്റ് കഴിഞ്ഞു. റീടെസ്റ്റ് ഒന്ന് കഴിഞ്ഞു. ഓക്കെ, അപ്പൊ ഇനി എന്നാ? 2028 എടുത്തുള്ളൂ. 2028 LX ആണ്. AC പവർ സ്റ്റിയറിംഗ് എല്ലാം വരും. ഓണർഷിപ്പ് എത്രയാണ്? സിംഗിൾ ഓണർ. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് 1.10 പ്രൈസ്. 1.10. ടെസ്റ്റ് കഴിഞ്ഞെങ്കിലും ഇത് എത്ര വർഷമായി കാണും ടെസ്റ്റ് കഴിഞ്ഞിട്ട്? ഇപ്പം 2 വർഷം. ആ സമയത്താണ്ട് ഇട്ട ടയറാന്ന് തോന്നുന്നത്. ആ ഓട്ടോ ഓടി പഴകിയ ടയറിന്റെ ഒരു ലക്ഷണം തന്നെയാണ് ടയറിനുള്ളത്. ബാക്കിൽ ഒരു ചെറിയ ഡെന്റ് ഉണ്ട്. അത് കറക്റ്റ് ചെയ്ത് കൊടുക്കും. എവിടെയാ? ഉണ്ടോ ബാക്കിൽ? റോസ് എടുത്തപ്പോഴാണ്ട് എനിക്ക് പറ്റിയതാണെന്ന് തോന്നുന്നു. ചെറിയൊരു ഡെന്റ്. അതൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ. 1.15 1.15 1.10. ഒരു സാൻഡ്രോ 2010 മോഡലാണ് വണ്ടി. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. അത്യാവശ്യം പെയിന്റിങ് കാര്യങ്ങളെല്ലാം പക്കയാണ്. എന്ത് ഓടിയിട്ടുണ്ട്? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 78 ജെനുവിൻ കിലോമീറ്റർ ഒക്കെ ആണ്. വണ്ടിക്കകം വലിയ കുഴപ്പമില്ലാത്തൊരു വൃത്തിയൊക്കെ ഉണ്ട്. സാധാരണ സാൻഡ്രോയിൽ കാണുന്ന 7 മാസം, ഈ വർഷം 7 മാസം വരും. അത്യാവശ്യം നമ്മൾ പെയിന്റിംഗ് വർക്ക് എല്ലാം ചെയ്ത് ക്ലിയർ ചെയ്തിട്ടിരിക്കുക. ഈ ഡ്രൈവിംഗ് സീറ്റിന്റെ സീറ്റ് കവർ മോശമാണ്. പിന്നെ ഇപ്പൊ പറയാൻ പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞാൽ ഈ സാൻഡ്രോയ്ക്ക് സാധാരണ ഗതിയിൽ വരുന്ന ഈ സ്റ്റിയറിംഗിൽ ഒരു വൃത്തികേട് വരും. നരച്ച പോലെയുള്ള ഒരു ഇതിനകത്ത് അങ്ങനൊന്നുമില്ല. അത്യാവശ്യം ആ കാര്യങ്ങളൊക്കെ വൃത്തിയായിട്ട് തന്നെ ഇപ്പോൾ വണ്ടിക്ക് ആകമൊക്കെ കാണാനും കൊള്ളാം. ബാക്കൊക്കെ നല്ല സീറ്റ് കവറുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. അത്യാവശ്യം ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ടെസ്റ്റിന് ഈ കണ്ടീഷനിൽ കാണിച്ച് ടെസ്റ്റ് ചെയ്യാം. പെയിന്റ് നല്ല രീതിയിൽ കിടക്കല്ലേ. നമുക്ക് പ്രൈസ് വരുമ്പോഴത്തേക്ക് 1.25. 1.25 നെഗോസിയേഷൻ കൊണ്ട ചെറിയ വ്യത്യാസം വരും. ഓക്കെ, വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. നല്ല വൃത്തിയായിട്ട് പോയിട്ടുണ്ട്. പെയിന്റ് ഫീഡ് അങ്ങനൊന്നുമില്ല. വണ്ടി ഓവറോൾ കൊള്ളാം. അതായത് 2011 എത്ര ഓടിയിട്ടുണ്ട്? 80,000 കിലോമീറ്റർ. സെക്കൻഡ് ഓണർഷിപ്പാണ്. സെക്കൻഡ് ഓണർ. 80 തികച്ച് ഓടിയിട്ടുണ്ട്. വണ്ടിക്കകം നോക്കുകയാണെങ്കിൽ അത്യാവശ്യം 2026 റീടെസ്റ്റും കാര്യങ്ങളൊക്കെ വരും. 26 മാസം എങ്ങനെയാണ്? ആദ്യമാണോ അവസാനമാണോ? ജനുവരി വരും. 2026 ജനുവരി റീടെസ്റ്റ് വരും. വണ്ടിയുടെ മൊത്തത്തിലുള്ള രീതി പറയുകയാണെങ്കിൽ വലിയ കുഴപ്പമൊന്നും കാണുന്നില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ
ആ ഒരു മാന്യത ഉണ്ട് വണ്ടിക്ക്. ഓക്കെ, എത്ര ചോദിക്കുന്നേ? ഇത് നമുക്ക് 1.35 പ്രൈസ് ചോദ്യം. പിന്നെ ഈ പറഞ്ഞ കണക്ക് കുറച്ച് വൃത്തിയാക്കാനുണ്ട്. നമ്മൾ കൊടുക്കുമ്പോൾ ടെസ്റ്റിന് വേണ്ടിയുള്ള രീതിയിലൊക്കെ വൃത്തിയാക്കി കൊടുക്കും. പിന്നെ പ്രൈസിനകത്ത് വ്യത്യാസം വരാം. ഇത് 2018 വണ്ടി, 42,000 കിലോമീറ്റർ, LXI ആണ്, സിംഗിൾ ഓണറാണ്. എന്ത് ഓടിയിട്ടുണ്ട്? 42. നമ്മൾ വാറണ്ടി എല്ലാം വരുന്നതാണ്. 6 മാസം വാറണ്ടി സർവീസും എല്ലാം വരും. 2 ഡോർ പവർ വിൻഡോസ് ആണല്ലേ? LXI. സീറ്റ് കവറായിട്ട് ചെയ്തിട്ടില്ല. വണ്ടി വന്ന മോഡലിൽ തന്നെ ഇരിക്കുകയാണ്. അല്ലാത്ത പക്ഷം വണ്ടി കാണാനൊക്കെ കൊള്ളാം. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? റീപ്ലേസ് ഒന്നുമില്ല. ബാക്ക് സൈഡ് നോക്കിയാലൊക്കെ വണ്ടി അതിൻ്റെതായ വൃത്തി തന്നെ ഉണ്ട്. ബാക്ക് ടയർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നത്? ഇത് 320. 320. എന്തെങ്കിലും കുറയൂടെ? തീർച്ചയായിട്ടും. കളർ ഫെയ്ഡൊന്നും വന്നിട്ടില്ല കേട്ടോ. ആ രീതിയിലൊക്കെ വണ്ടി വൃത്തിയായിട്ടാണ് ഇരിക്കുന്നത്. ഇത് 2009 മോഡൽ സാൻഡ്രോയാണ്, സിംഗിൾ ഓണറാണ്. നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. ഫ്രണ്ടും ബാക്കും. കിലോമീറ്റർ ഇത്തിരി ഓടിയതാണ്. 1,58,000 കിലോമീറ്റർ ഓടി. അപ്പോൾ വിലയിൽ എന്തെങ്കിലും നല്ല വ്യത്യാസം ഉണ്ടാവുമല്ലോ? വണ്ടി വിലയിൽ വ്യത്യാസമുണ്ട്. നമുക്ക് റീടെസ്റ്റ് എല്ലാം കഴിഞ്ഞതാണ്. 2029 വരെ പേപ്പറെല്ലാം ക്ലിയർ ആണ്. ഓക്കെ, എത്ര ചോദ്യം? എത്രയാണ് നമുക്ക്? 1.15 ചോദ്യം. 1,50,000 സംതിങ് ഓടിയില്ലേ വണ്ടി? ടെസ്റ്റ് കഴിഞ്ഞ വണ്ടിയല്ലേ. 1.50 വണ്ടി പിന്നെ ഓടിക്കാനല്ലേ എടുക്കുന്നത്. ഇത് വിൽക്കാൻ വരാമ്പോഴല്ലോ പറയണത്. അത് കൊള്ളാം. വല്ലാത്തൊരു ന്യായമായി കേട്ടാ പറഞ്ഞത്. 1,57,000 ഓടി. പക്ഷെ വണ്ടി വലിയ കുഴപ്പമില്ല. നമുക്ക് 1.15 ചോദ്യം എന്ന് പറഞ്ഞു. ബാക്ക് ഈ ടയർ മൊട്ടയാണ്. ടയർ മൊട്ട. ഇത് ശരിക്കുള്ള ടയർ സ്പെയർ വീൽ ഇരിപ്പുണ്ട്. പഞ്ചറായപ്പോൾ എടുത്തിട്ടതാ. അപ്പോൾ ഇത് മാറി കൊടുക്കും ടയർ. പിന്നെ ചെറിയ ഒരു ഡെൻ്റൊക്കെ ഉണ്ട്. ക്ലിയർ ചെയ്ത് പെയിൻറ്റ് ചെയ്ത് തേക്ക് കൊടുക്കും. ഇത് 2022 LXI ആണ്, സിംഗിൾ ഓണർ. ടയർ മോശമാണ്, നല്ല ടയർ അല്ല. ബാക്ക് ടയർ പിന്നെ ഒരു ആവറേജ് ടയർ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ഇത് വണ്ടി കൊണ്ടുവന്ന കണ്ടീഷനിൽ കിടക്കുക. നമ്മൾ അത്യാവശ്യം വർക്കൊക്കെ ചെയ്യാനുണ്ട്. ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ വെച്ചിട്ടുണ്ടല്ലേ? അതെ. 2 ഡോർ പവർ വിൻഡോ, നല്ല അത്യാവശ്യം നല്ലൊരു സീറ്റ് കവർ ഉണ്ട്. പക്ഷേ എന്നാലും ഡ്രൈവിംഗ് സൈഡ് നോക്കുകയാണെങ്കിൽ ഡ്രൈവർ സൈഡിൽ ചെറിയൊരു ഗീറ്റലുണ്ട്. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടിട്ടുണ്ട്. വണ്ടി ഓവറോൾ കാണാനൊക്കെ കുഴപ്പമില്ല. അത്യാവശ്യം വൃത്തിയൊക്കെ ഉണ്ട്. വണ്ടിയുടെ സാധനങ്ങളെല്ലാം പൊതിഞ്ഞെടുത്ത് വെച്ചേക്ക് വന്നു. ഓക്കെ, എത്ര ചോദിക്കുന്നത്? ഇത് 3.45. 3.45. 22 മോഡലാണ്. 22. എത്ര ഓടി? 70. സെക്കൻഡ് ടയേഴ്സും ഇട്ടിട്ട് ആ ടയറും തേഞ്ഞ് തീർന്നു. അതാണ് സംഭവം. വണ്ടി അല്ലാത്ത പക്ഷം കാണാൻ കുഴപ്പമൊന്നുമില്ല. വൃത്തിയൊക്കെ ഉള്ള വണ്ടി തന്നെയാണ്. ഇത് നോക്കിയോ, 2017 ഫുൾ ഓപ്ഷൻ വണ്ടി, 75,000 കിലോമീറ്റർ, സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. അത് ഫുൾ ഓപ്ഷൻ വണ്ടി, ആൽഫയാണ്. ഓ, ഫുൾ ഓപ്ഷൻ അല്ല. ഓക്കെ. നമുക്ക് പ്രൈസ് വരുമ്പോൾ 560 പ്രൈസ്. 560. അതെ. വണ്ടിക്കകം സീറ്റ് കവറായിട്ടില്ല അല്ലേ? ഇല്ല, സീറ്റ് കവർ ഈ തന്നെയാണ് കിടക്കുന്നത്. കമ്പനി സീറ്റ് തന്നെയാണ്. വണ്ടി ആൻഡ്രോയിഡ് സിസ്റ്റവും അങ്ങനെയൊക്കെയുള്ള സെറ്റപ്പ് ഉണ്ട്. മാനുവലാണ്. വണ്ടി ഓവറോൾ കാണാനൊക്കെ നല്ല വൃത്തിയായിട്ടാണ് ഇരിപ്പുണ്ട്. ആക്സിഡൻറ്റ് കേസ്, റീപ്ലേസ്മെൻറ്റ്സ് അങ്ങനെയുള്ളതൊന്നുമില്ല. ഒന്നുമില്ല, പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ വണ്ടി ഓവറോൾ കാണാനൊക്കെ കൊള്ളാം. പൊടി പിടിച്ച് കിടക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുള്ളൂ. വൃത്തിയാക്കി എടുക്കുമ്പോൾ അതങ്ങ് മാറിക്കോളും. നല്ല ടയർ കിടപ്പുണ്ട്. നല്ലൊരു അലോയ് വീൽസ് കിടപ്പുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? സെക്കൻഡ് ഓർഡറാണ്. സെക്കൻഡാണ്. 2019 ടോപ്പ് വേരിയൻ്റ് ആണോ? അത് ടോപ്പ് വേരിയൻ്റ്. അതാണ്. ആൻഡ്രോയിഡ് സിസ്റ്റമൊക്കെ ഉണ്ട്. ഇതിനും സീറ്റ് കവർ ചെയ്തില്ല. പക്ഷേ അല്ലാത്ത വർഷം വണ്ടി കാണാൻ കൊള്ളാം. മാനുവലാണ്. പ്രൈസ് വരുമ്പോഴത്തേക്ക് നമുക്ക് 4.85 പ്രൈസ് വരുന്നുണ്ട്. 4.85. 4 ഡോർ പവർ വിൻഡോ, അങ്ങനെയൊക്കെ ഉള്ള പരിപാടികൾ വരുന്നുണ്ട്. എന്നാൽ പോലും സ്റ്റീറിംഗ് കൺട്രോൾസ് ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. ബാക്ക് സൈഡ് നോക്കിയാലും AC വെൻ്റ് ഒന്നും വരുന്നില്ല. ബാക്ക് AC വെൻ്റ് വരുന്നില്ലല്ലോ? ഉണ്ട്. ബാക്ക് AC വെൻ്റ് വരുന്നുണ്ട്. എത്ര ചോദിക്കുന്നത്? 4.85. വണ്ടി വേറെ റീപ്ലേസ്മെൻറ്റ്സോ അങ്ങനെയുള്ള വേറെ റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. 4 ടയറും അത്യാവശ്യമുണ്ട്. പുതിയ ടയറാണ്. ടയേഴ്സൊക്കെ അത്യാവശ്യം ഉണ്ട്. നല്ല ടയേഴ്സ് തന്നെ. 2021 മോഡല് ബ്രസ് LXI 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ.
എത്ര ഓടിയിട്ടുള്ളൂ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ആണേ? ആ ജനുവൻ കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. 735 പ്രൈസ്. 735. 735. ഇത് ഡീസലോ പെട്രോളാ? പെട്രോൾ. മൈലേജ് എങ്ങനെ ആയിരിക്കും? ഒരു 15 ആ റേഞ്ചൊക്കെ തോന്നും. ആ റേഞ്ചേ ഉള്ളൂ. 2021 മോഡലാണ്. ആ ട്രൈബർ എന്ന് പറഞ്ഞാൽ അത് ഡീസലാ പെട്രോളാ? പെട്രോളായിരുന്നു. വണ്ടിക്കാകൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഇതിന് ബാക്ക് AC വെൻ്റ് ഒന്നും വരുന്നില്ല. ടയേഴ്സൊക്കെ അത്യാവശ്യം കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല. 15,000 കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ. വണ്ടി നല്ല വണ്ടിയാണ്. ഈ ലാസ്റ്റ് പ്രൈസാണോ ഈ ചോദിക്കുന്നത്? അല്ലല്ല, ഇത് പ്രൈസ് ഇട്ടിരിക്കുന്ന പ്രൈസാണ്. 2023 സിംഗിൾ ഓണറാണോ? ഓണർഷിപ്പ് എത്ര? സിംഗിൾ ഓണർ. റീപ്ലേസ് എന്തെങ്കിലും ഒന്നുമില്ല. ആണ്. 35,000 കിലോമീറ്റർ. അതായത് ടോപ്പിന് തൊട്ട് മേലെയുള്ള, ടോപ്പിന് തൊട്ട് താഴെയുള്ള പ്ലസ് വരും. ഓക്കെ. 625 ആണ് പ്രൈസ്. 625 എന്ന് പറയുമ്പോൾ ഏകദേശം പുതിയതിൻ്റെ വില ആയിരിക്കും. പുതിയതിൻ്റെ വില അല്ല, പിന്നെ 8ന് പുറത്തുണ്ട്. സെഡക്സ് അല്ലേ. ഇത് എത്ര ഓടി? 35. 35,000 കിലോമീറ്റർ ഓടിയിട്ട് നീ അത് പറയുമ്പോൾ പുതിയതിൻ്റെ വിലയുടെ പൈസ ആയില്ലേ? 23 വണ്ടിയല്ലേ. ടയേഴ്സൊക്കെ ആവറേജ് ടയേഴ്സ് കിടപ്പുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. ഇതാണ് ചോദിക്കുന്ന വിലയും. വണ്ടി ഓവറോൾ കാണാനേ കൊള്ളാം. വണ്ടിക്ക് വേറെ പോരായ്മകളൊന്നും കാണുന്നില്ല. ബോഡിയൊക്കെ നല്ലപോലെ തന്നെ ഇരിപ്പുണ്ട്. 28. വീൽ കപ്പ് പോലും ഇല്ല. അതൊക്കെ അകത്തിരിപ്പുണ്ട്. അതുകൊണ്ടാ. ടയർ മോശമാണ്. ബാക്ക് ടയർ ഒരു ഇതുണ്ട്. മോനെ ഇത് ഡോർ ലോക്കാണ്. 530 പ്രൈസ്. 2021 അല്ലേ? അതെ. അല്ല, VXI ആണ്. VXI വേരിയന്റ്. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഊരി വെച്ചിട്ടുണ്ട് സാധനങ്ങളെല്ലാം. സെക്കൻഡ് ഓണർഷിപ്പാണ്. ഓക്കെ. റീപ്ലേസ് ഒന്നുമില്ല. നമുക്ക് വാറണ്ടി വരുന്നത് 6 മാസം വാറണ്ടി സർവീസ്. എത്ര ചോദിക്കുന്നത്? ഇത് 530. 530. കിലോമീറ്റർ. 280 പ്രൈസ്. സിംഗിൾ ഓണർഷിപ്പ്. ടയേഴ്സ് അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. അതെ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. കിലോമീറ്റർ ഒക്കെ ജെനുവിൻ ആണ്. 79 കിലോമീറ്റർ. ഓട്ടോമാറ്റിക് ആണ്. ആൻഡ്രോയിഡ് സ്റ്റോക്ക് ഇത് വരുന്നത് തന്നെയല്ലേ? ഇതിനകത്ത് കമ്പനി ഇൻബിൽട്ട് വരുന്നതാണ്. വണ്ടിക്ക് ആകെ കാണാൻ കൊള്ളാം. നല്ല ലുക്കിൽ തന്നെ ഇരിപ്പുണ്ട്. നല്ലൊരു സീറ്റ് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. ഓരോ വണ്ടി കാണാനും കൊള്ളാം. ബാക്ക് ടയറും ഒക്കെ അത്യാവശ്യം നല്ല ടയർ കിടപ്പുണ്ട്. എത്ര ഉണ്ട് ഇത് ഇറക്കാൻ പറ്റും? നമുക്ക് 50 രൂപ ഡൗൺ പേയ്മെന്റ്. 50 രൂപ. 5 വർഷം വരെ ഫിനാൻസ് കിട്ടുകയും ചെയ്യും. 5 വർഷം. ഇത് നോക്കൂ. 2020 സെലീറയാണ്. 43,000 കിലോമീറ്റർ. സെഡക്സ് ആണ്. 465 ആണ് നമ്മളെ പ്രൈസ്. 2020 മോഡൽ. 42,000 കിലോമീറ്റർ. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒക്കെ വരുന്ന മോഡലാണ്. അതെ. സെഡക്സ് എന്ന് പറയുമ്പോൾ ടോപ്പിന് തൊട്ട് താഴെയുള്ള മോഡൽ. അല്ല, അന്ന് സെഡക്സ് വരെ ഉള്ള അത്രേ ഉള്ളൂ. ഓക്കെ. 4 ഡോർ പവർ വിൻഡോ, മിറർ അഡ്ജസ്റ്റ്മെൻറ്റ്, സ്റ്റിയറിംഗ് കൺട്രോൾസ് അങ്ങനെയുള്ള എല്ലാം വരുന്നുണ്ട്. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 465. അതിലൊക്കെ എന്തെങ്കിലുമൊക്കെ തീർച്ചയായിട്ടും. ഇത് 2020 വണ്ടിയില്ലേ സെഡക്സ്. വ്യത്യാസം ഉണ്ടാവും. പ്രൈസിൽ വ്യത്യാസം വരും. 2021 മോഡല് VXI എക്സ്പ്രസ് ആണ്. എന്ത് ഓടി? 67,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി. ടയേഴ്സ് എല്ലാം മോശമാണ്. ഫ്രണ്ടും ബാക്കും എല്ലാം മാറി തരേണ്ടതാണ്. തീർച്ചയായിട്ടും പരിഗണിക്കും. 2 ടയറേ മാറി തരുള്ളൂ അതോ 4 മാറുമോ? 2 ടയർ. 2 ടയർ. വണ്ടിക്കാകും. 365 ആണ് പ്രൈസ്. 365. സ്റ്റിയറിംഗ് കൺട്രോൾസ് ഒന്നും വരുന്നില്ല. VXI വരെ. ഇത് 2 ഡോർ പവറിൻ്റെ അല്ലേ? 2 ഡോർ. ഈ മോഡലിനെല്ലാം 2 ഡോർ അല്ലേ ഉള്ളൂ. റീപ്ലേസ് ആയിട്ടൊന്നുമില്ല. റീപ്ലേസ് ബോണറ്റ് റീപ്ലേസ് ആണ്. ഒരെണ്ണം കിട്ടി എനിക്ക്. ഇടിച്ചതാ? എന്തായാലും ഫ്രണ്ട് തട്ടാതെ ബോണറ്റ് ഒന്ന് തുറന്ന് കാണിച്ചേ. അകമൊന്ന് നോക്കട്ടെ. ഫ്രണ്ട് സൈഡൊക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട് സൈഡൊന്നും പ്രശ്നമൊന്നുമില്ല. അതൊന്നും കുഴപ്പമില്ല. ബോണറ്റ് പേസ്റ്റ് ചെയ്യണ്ട. ബോണറ്റ് മാറണം അല്ലേ? ഗ്ലാസ് ഒന്നും മാറിയിട്ടില്ല. ഗ്ലാസ് മാറിയിട്ടില്ല. സൈഡുകളിലൊന്നും കുഴപ്പമൊന്നുമില്ല. സെൻറ്ററൊന്നും കുഴപ്പമൊന്നുമില്ല. ഈ സൈഡും പ്രശ്നങ്ങളൊന്നുമില്ല. ഇത്
21 മോഡൽ ഇഗ്നിസ് സീറ്റ. ഓട്ടം എന്തായി? ഓട്ടം 40,000 ഓടി. പുഷ് സ്റ്റാർട്ട് ബട്ടണൊക്കെ വരുന്ന മോഡലാണ്. അതെ, സീറ്റ ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെ വരുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, ആൻഡ്രോയിഡ് സിസ്റ്റം. ഈ ആൻഡ്രോയിഡ് സിസ്റ്റം ഒക്കെ ഇതിനകത്ത് ഇതൊക്കെ സിസ്റ്റം ഇതെല്ലാം ഇത് വരുന്നതാ. സീറ്റ് കവർ ചെയ്തിട്ടില്ല, ഫ്ലോർ മാറ്റ് അടിച്ചിട്ടുണ്ട്. ഫോർഡോ പവറിൻ്റെ മുഴുവൻ അഡ്ജസ്റ്റ്മെൻറ്റ്സ് അങ്ങനെയുള്ളതെല്ലാം വരുന്നുണ്ട്. വണ്ടിക്കകം ഓൾറെഡി നോക്കുകയാണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിപ്പുണ്ട്. വണ്ടി വൃത്തിക്ക് കുറവൊന്നുമില്ല. ബാക്ക് റീപ്ലേസോ കാര്യങ്ങളൊന്നുമില്ല. പ്രൈസ് വരുമ്പോഴത്തേക്ക് 5,75 വരും. 5,75. അയ്യോ, ഈ പ്രൈസ് മാത്രമാണ് അങ്ങോട്ട് ദഹിക്കാത്തേട്ടാ. 2013 ഡീസൽ പെട്രോളാണ് വേരിയൻറ്റ്. കിലോമീറ്റർ വളരെ കുറവാണ്. എത്രയാണ്? 38 ആ റേഞ്ച് എന്തോ ഓടിയിട്ടുള്ളൂ. 33 കേട്ടോ, സോറി. ജെനുവിനാണോ? ജെനുവിൻ കിലോമീറ്റർ. 395 നമ്മളെ പ്രൈസ്. എത്ര? 395. 395. അത് ചോദിക്കുന്ന വില. വണ്ടിക്കകമൊക്കെ കാണാനൊക്കെ കൊള്ളാം, നല്ല വൃത്തിയായിട്ട് തന്നെ ഇരിക്കുന്നത്. അതൊന്നും കുഴപ്പമില്ല. ഫ്ലോർ മാറ്റൊക്കെ അടിച്ചിട്ടുണ്ട്. ആക്സിഡന്റ് കേസ്, റീപ്ലേസ്മെന്റ്സ് ഒന്നും ഇല്ലല്ലോ? ഒന്നുമില്ല. ഈ ബാക്കിൽ എന്താണ് കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്? മിക്കവാറും ഇതിന് ഇപ്പൊ കൊണ്ടിട്ടതാണ്. വീൽ കപ്പ് എല്ലാം പുതിയത്. ഓ, അങ്ങനെ. വീൽ കപ്പ്, മാറ്റ് ഇതെല്ലാം കൊണ്ടിട്ടിരിക്കുന്നതാണ്. റീപ്ലേസും കാര്യങ്ങളൊന്നുമില്ല. വണ്ടി ഓരോ കാണാനൊക്കെ കൊള്ളാം. എന്നോട് വിലയുടെ കാര്യം പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ ഞാൻ പല വണ്ടിയുടെ വിലയും പറഞ്ഞപ്പം എന്നോട് വിലയുടെ കാര്യം പറഞ്ഞായിരുന്നു. കൂടുതൽ. അതെ, നമുക്ക് ഞാൻ പറഞ്ഞില്ലേ, പുതിയ വണ്ടിക്ക് എക്സ്ചേഞ്ച് വരുന്ന വണ്ടികളാണ് ഇതെല്ലാം. നമ്മളൊരു ഇത് തന്നെ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്തിരിക്കുന്നത് ഒരു 355 നമ്മൾ ചോദിച്ചിരിക്കുന്നത് 395. 40 രൂപ പ്രോഫിറ്റ് പറയും. പിന്നെ ഇതിനകത്ത് നമ്മൾ വർക്ക്, പിന്നെ നമുക്കൊരു പ്രോഫിറ്റ് എന്തായാലും വേണം. ഒരു 4 ലക്ഷം രൂപയുടെ അല്ലെങ്കിൽ 3-3.5 ലക്ഷം രൂപയുടെ ഒരു വണ്ടി വിൽക്കുമ്പോൾ എങ്ങനെയായാലും ഒരു 10-30,000 പ്രോഫിറ്റ് എടുത്തല്ലേ പറ്റും. മാന്യമായിട്ടുള്ള പ്രോഫിറ്റ് എടുക്കുന്നുള്ളൂ. ഈ പറയുന്നതൊക്കെ വില ഉള്ള വിലയൊന്നും എടുക്കുന്നില്ല. ഇതാണ് ഇതിൻ്റെ അവസ്ഥ. ഓക്കെ, നമ്മൾ ഷോറൂമിൽ കിടന്ന കുറച്ച് വണ്ടികളെ നമ്മൾ കണ്ടുള്ളൂ. അങ്ങോട്ട് നോക്കി അറിയാം. അതെ, വാഗണർ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 10-15 വാഗണർ അടുപ്പിച്ചുണ്ട്. എല്ലാ മോഡലും 13 തൊട്ട് 12, 13, 15, 18 ആ റേഞ്ചിലുള്ള വണ്ടികളെല്ലാം, ലോ കിലോമീറ്റർ വണ്ടികളെല്ലാം കിടപ്പുണ്ട്. പിന്നെ വാഗണർ മാത്രമല്ല, സെലേറിയോ, സ്വിഫ്റ്റ്, ബലേനോ, കണ്ടറിയാമല്ലോ, ഇത്രയും വണ്ടികൾ കിടപ്പുണ്ട്. എന്നിട്ട് നമുക്ക് ഒരുപാട് ചോയ്സ് ഉണ്ട്. ഷോറൂമിൽ വന്നു കഴിഞ്ഞിട്ട് അവിടെ വണ്ടി ഇല്ലെങ്കിൽ നമ്മൾ നേരെ യാർഡിൽ കൊണ്ടുവരും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വണ്ടികൾ, ഇതും പലതും പല റേറ്റിൽ കിടക്കുന്ന വണ്ടികളാണ്. അന്നേരം നമുക്ക് നല്ല വണ്ടി നോക്കി സെലക്ട് ചെയ്തെടുക്കാം. പിന്നെ നമ്മളെ ഇവിടെ തന്നെ വർക്ക്ഷോപ്പുണ്ട്. വർക്ക്ഷോപ്പിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, പ്രൈസിൻ്റെ കാര്യമൊക്കെ പറഞ്ഞില്ലേ, നമ്മൾ ജെന്യൂൻ ആക്സസറീസും ജെന്യൂൻ സ്പെയർ വിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതല്ലാതെ നമ്മൾ ഉടായ്പ പരിപാടി, ലോക്കൽ വർക്ക്ഷോപ്പിൽ കൊടുത്തുള്ള പരിപാടികളൊന്നുമില്ല. പെയിൻറ്റിങ് ആണെങ്കിലും എല്ലാം നമ്മൾ ഇവിടെ ഇട്ട് ചെയ്തിട്ടാണ് വണ്ടി ഡെലിവറിക്ക് വരുന്നത്. ഇത്രയും വണ്ടികൾ കിടക്കുന്നതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടിയും വർക്ക് ചെയ്തിടാൻ പറ്റത്തില്ല. പലതും നിങ്ങൾ കാണുമ്പോൾ, വീഡിയോയിൽ കാണുമ്പോൾ ചിലതിനൊക്കെ പെയിൻറ്റിങ്ങും ഡെൻ്റൊക്കെ കാണും. അപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തതിന് ശേഷമാണ് വണ്ടി വർക്കിന് കൊടുക്കുന്നത്. നോക്കിയാൽ മതി, ഇഷ്ടംപോലെ വണ്ടികൾ. ബലേന തന്നെ എനിക്ക് തോന്നുന്നു ഏകദേശം 10-12 ബലേന കിടപ്പുണ്ട്. സ്വിഫ്റ്റ് കിടപ്പുണ്ട്. ഓൾട്ടോ 800, പല റേഞ്ചുള്ള ഓൾട്ടോ 800 കിടപ്പുണ്ട്. പിന്നെ അതർ മോഡൽ വണ്ടികൾ ഇഷ്ടംപോലെ കിടപ്പുണ്ട്. അപ്പോൾ നമ്മളെ വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ അവസാനിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വിലയിലുള്ള നല്ല നല്ല വണ്ടികളെല്ലാം കാണിച്ചു തന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. പിന്നെ ഒരു എക്സിക്യൂട്ടീവ് എന്ന നിലയിൽ പറയാവുന്നതിൻ്റെ ഏറ്റവും മര്യാദയുള്ള രീതിയിൽ വില, അതായത് ട്രൂ വാല്യൂ ബേസ് ചെയ്ത് വില എന്തുകൊണ്ട് കൂടുന്നു എന്നുള്ള എൻ്റെ ഒരു കാരണമാണ് എൻ്റെ സുഹൃത്തും കൂടിയായ ആരും പറഞ്ഞത്. അപ്പോൾ സുഹൃത്തായതുകൊണ്ട് നമ്മൾ അനുകൂലിക്കുന്നു എന്നുള്ളതല്ല, പിന്നെ പുള്ളി പറഞ്ഞ പോലെ വാടകയും കാര്യങ്ങളും എല്ലാവരുടെ സാലറിയൊക്കെ കൊടുക്കട്ടെ. അപ്പോൾ അതിൻ്റേതായ ഒരു ഇൻകേട്ട് എടുക്കുന്നതിന് നമുക്ക് തെറ്റൊന്നും പറയാൻ പറ്റില്ല. ആരായാലും കച്ചവടം ചെയ്യുമ്പോൾ ഒരു ലാഭം പ്രതീക്ഷിക്കാതിരിക്കില്ലല്ലോ. പിന്നെ ഞാൻ സമ്മതിച്ച് പറഞ്ഞാലേ 355 എടുത്തേക്കുന്നുള്ളതിൻ്റെ ആ ഒരു റെസിപ്റ്റ് എന്നെ കാണിച്ചു തന്നു. അപ്പം നമ്മൾ പറഞ്ഞു പറ്റിക്കുകയല്ല എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. സത്യമായിരിക്കാം, അതുകൊണ്ട് ഞാനും അംഗീകരിക്കുന്നു. നിങ്ങളും കൂടിയൊക്കെ അംഗീകരിച്ചാൽ ട്രൂ വാല്യൂന് കുറച്ചുകൂടി കച്ചവടം കിട്ടുമായിരിക്കും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി ഇവിടെ നിർത്തുകയാണ്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ കാണുമ്പോൾ ബൈ.